സ്വാഗതം. ഇന്ന് നമ്മൾ കേരളത്തിലെ വൈപ്പിൻ ദ്വീപിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലേക്ക് ഒരു ആഴത്തിലുള്ള അന്വേഷണം നടത്തുകയാണ്. അതെ, വേനൽക്കാലത്ത് പോലും വീടുകളിലേക്ക് ഉപ്പുവെള്ളം ഇങ്ങനെ ഇരച്ചു കയറുന്ന ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ശരിയാണ്. നിങ്ങളുടെ മുന്നിലുള്ള ഈ റിപ്പോർട്ടുകളും ലേഖനങ്ങളുമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോ എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? അവിടുത്തെ മനുഷ്യരുടെ ജീവിതത്തെ ഇതെങ്ങനെയാണ് മാറ്റിമറിക്കുന്നത്? നമുക്കതൊന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. തീർച്ചയായും. ഒരു സംഭവം ഞാൻ പറയാം. കഴിഞ്ഞ ഡിസംബറിലാണ്, നല്ല വെയിലുള്ളൊരു ദിവസം. വനജയുടെ അമ്മ മരിക്കുന്നത് അന്നാണ്. അപ്പോ ആ ശവദാഹം നടത്തേണ്ടി വന്നത് മുറ്റത്ത് കായൽ കരകവിഞ്ഞെത്തിയ ഉപ്പുവെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോഴാണ്. അയ്യോ, കഷ്ടം തന്നെ. ചിതാഭസ്മം പോലും ആ ഉപ്പുവെള്ളത്തിൽ ഒഴുകിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പോ എന്താണ് ശരിക്കും വൈപ്പിൽ സംഭവിക്കുന്നത്? നമുക്ക് വിശദമായിട്ട് നോക്കാം അല്ലേ? നോക്കാം. ഈ വൈപ്പിൻ എന്ന് പറയുന്നത്, അതായത് അറബിക്കടലിനും കൊച്ചി കായലിനും ഇടയിലാണ്. ഏകദേശം ഒരു 27 കിലോമീറ്റർ നീളമുണ്ട്. പക്ഷെ വീതി വളരെ കുറവാണ്. ശരാശരി 2 കിലോമീറ്റർ ഒക്കെ വീതിയുള്ളൂ. ഓഹോ. പക്ഷേ ജനസാന്ദ്രതയുടെ കാര്യം നോക്കിയാൽ ഏഷ്യയിൽ തന്നെ മുൻപന്തിയിലാണ്. അത്രയ്ക്കുണ്ടോ? ഒരു ചതുരശ്ര കിലോമീറ്ററിൽ ഏകദേശം 4000 പേരോളം താമസിക്കുന്നുണ്ട്. ഇത് നമ്മുടെ സംസ്ഥാന ശരാശരിയുടെ 4 ഇരട്ടിയിലധികമാണ്. അപ്പൊ ഈ ഒരു ഭൂപ്രകൃതി, പിന്നെ ഈ ഉയർന്ന ജനസാന്ദ്രത, ഇത് രണ്ടും ഇപ്പോഴത്തെ ഈ വെള്ളക്കെട്ടിന്റെ ആഘാതം വല്ലാതെ കൂട്ടുന്നുണ്ടാവും അല്ലേ? തീർച്ചയായും. കാരണം റിപ്പോർട്ടുകൾ പറയുന്നത് 2018 പ്രളയം കഴിഞ്ഞതോടെ ഈ വൃശ്ചികവേലി എന്നറിയപ്പെട്ടിരുന്ന സംഭവം, വൃശ്ചികത്തിലെ വേലിയേറ്റം, അതെ, അത് കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്നു, കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിക്കുന്നു എന്നാണ്. ശരിയാണ്. പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ പറയുന്നതും അതുതന്നെയാണ്. പണ്ട് ചില താഴ്ന്ന സ്ഥലങ്ങളിൽ മാത്രം കണ്ടിരുന്ന ഒന്നാണിത്. പക്ഷെ ഇപ്പോ ഇത് എല്ലായിടത്തുമായി. പണ്ടിതിനെ ശല്യവെള്ളക്കെട്ട് എന്നാണ് അത്രേ വിളിച്ചിരുന്നത്. ന്യൂസൻസ് ഹൈറ്റൈഡ്. അങ്ങനെ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ, അന്ന് ചിലപ്പോ മുറ്റത്തൊക്കെ വെള്ളം കയറും. അത്രയുള്ളൂ. അതെ, വീടിനകത്തേക്ക് വരികയോ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയോ അങ്ങനെ പതിവില്ലായിരുന്നു. അതുകൊണ്ടാണ് വെറുമൊരു ശല്യം എന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോ അങ്ങനെയല്ല. അല്ല, ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. ഈ സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരേ രേഖയിൽ വരുന്ന അമാവാസി പൗർണമി ദിവസങ്ങളിൽ വേലിയേറ്റം ശക്തമാവുന്നത് സ്വാഭാവികമാണ്. അത് നമുക്കറിയാം. എന്നാൽ ആഗോളതാപനം കാരണം സമുദ്രനിരപ്പ് ഉയരുന്നത് അത് ഈ വേലിയേറ്റങ്ങളുടെ ശക്തിയും ആഘാതവും ഭയങ്കരമായി കൂട്ടിയിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുന്നുണ്ടല്ലോ. അതായത് ആഗോള ശരാശരിയേക്കാൾ വേഗത്തിലാണ് കൊച്ചി തീരത്ത് കടൽനിരപ്പ് ഉയർന്നത് എന്ന്. ശരിയാണ്. കഴിഞ്ഞ 50 വർഷം നോക്കിയാൽ ലോകത്താകെ 100 മില്ലിമീറ്റർ ഉയർന്നപ്പോൾ കൊച്ചിയിൽ അത് 130 മില്ലിമീറ്ററായി. അത്ര വ്യത്യാസമുണ്ടോ? ഉണ്ട്. അതിൽ തന്നെ 83 മില്ലിമീറ്ററും സംഭവിച്ചത് കഴിഞ്ഞ 15 വർഷത്തിനിടയിലാണ്. വളരെ വേഗത്തിലുള്ള വർധനവാണ്. അപ്പോൾ ഡോക്ടർ CG മധുസൂദനെ പോലുള്ള വിദഗ്ധർ ഇത് വളരെ ഗൌരവമായി കാണണമെന്ന് പറയുന്നതിന്റെ കാരണം ഇതാണല്ലേ? അതെ, കാരണം അറബിക്കടൽ ലോകത്തിലെ മറ്റു സമുദ്രങ്ങളെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ ചൂടുപിടിക്കുകയാണ്. ഭൂമിയിലെ അധിക ചൂട് വലിച്ചെടുക്കുന്നത് കൂടുതലും സമുദ്രങ്ങളാണല്ലോ. ഇന്ത്യൻ മഹാസമുദ്രം അതിൽ മുന്നിലാണ്. ശരിയാണ്. അപ്പൊ ഈ ചൂട് കാരണം മഞ്ഞുരുകുന്നു. പിന്നെ വെള്ളത്തിന് താപവികാസം, അതായത് തേർമൽ എക്സ്പാൻഷൻ സംഭവിക്കുന്നു. ഇതൊക്കെ കടൽനിരപ്പ് കൂട്ടുന്നു. ഇത് ആഗോള കാരണങ്ങൾ. അതെ, അതോടൊപ്പം നമ്മുടെ പ്രാദേശികമായ ചില കാരണങ്ങളുമുണ്ട്. അതെന്തൊക്കെയാണ്? ഒന്ന്, കൊച്ചി മുനമ്പം ഹാർബറുകൾക്കായി അഴിമുഖത്തെ മണൽത്തിട്ടകൾ നീക്കം ചെയ്തത്. പിന്നെ പെരിയാറിലെ മണൽവാരൽ. അതുമൂലം പുഴയുടെ അടിത്തട്ട് കടൽനിരപ്പിനേക്കാൾ താഴ്ന്നുപോയി. അപ്പോ വെള്ളം കൂടുതൽ ഉള്ളിലേക്ക് കയറും. അതെ, വേലിയേറ്റ സമയത്ത് കടൽവെള്ളത്തിന് പുഴയിലേക്ക് കൂടുതൽ ദൂരം ഇരച്ചു കയറാൻ എളുപ്പമാണ്. പിന്നെ കായലിൽ എക്കലടിഞ്ഞ് ആഴം കുറഞ്ഞതും ഒരു പ്രശ്നമാണ്. ഈ രൂക്ഷമായ വെള്ളക്കെട്ട് സാധാരണ ജീവിതത്തെ എങ്ങനെയാണ് ശരിക്കും തകർക്കുന്നത്? നേരത്തെ പറഞ്ഞ വനജയുടെ മരുമകൾ അഞ്ജുവിന്റെ ഒരു കാര്യം ഇതിൽ പറയുന്നുണ്ട്. ഉപ്പുവെള്ളം കയറി ഭിത്തി നശിക്കുന്നത് പുറത്ത് കാണാതിരിക്കാൻ അവരെ ടൈൽസ് ഒട്ടിച്ചു. പക്ഷേ ഇപ്പോ ഈർപ്പം ചുമരിലൂടെ പടർന്ന് കോൺക്രീറ്റ് പാളികൾ വരെ അടർന്നു വീഴുന്നു എന്നാണ് പറയുന്നത്. അത് സ്വാഭാവികമാണ്, ഉപ്പുവെള്ളല്ലേ. ഈ വീടിന്റെ അറ്റകുറ്റപ്പണികൾക്ക് സാധാരണക്കാർക്ക് വീണ്ടും വീണ്ടും പണം കണ്ടെത്തുന്നത് അത് വലിയ ബുദ്ധിമുട്ടാണ്. വീടുകൾ മാത്രമല്ലല്ലോ പ്രശ്നം. ഈ കയറി വരുന്നത് പലപ്പോഴും മലിനജലമാണ്. ശരിയാണ്. ടോയ്ലറ്റുകളിൽ നിന്നുള്ള മനുഷ്യ വിസർജ്യം വരെ ഈ വെള്ളത്തിൽ കലരുന്നുണ്ട്. വേലിയേറ്റ സമയത്ത് പലർക്കും ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പോലും പറ്റുന്നില്ല. അയ്യോ. അപ്പോ ഈ അഴുക്കുവെള്ളത്തിൽ നിരന്തരം ഇറങ്ങുന്നത്
അത് പലതരം ത്വക്ക് രോഗങ്ങൾക്കും അലർജികൾക്കും കാരണമാവുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ വലിയ പ്രശ്നമാവും. അതെ, കുട്ടികൾക്ക് പുറത്തിറങ്ങി കളിക്കാൻ പറ്റുന്നില്ല. വീട്ടുപകരണങ്ങള് തുരുമ്പെടുക്കുന്നു, മരങ്ങൾ ഉണങ്ങിപ്പോകുന്നു. പല വീടുകളുടെയും തറ താഴ്ന്നുപോയെന്നും പറയുന്നു. അതുമൊരു പ്രശ്നമാണ്. ഫ്രിഡ്ജ്, അലമാര പോലുള്ള സാധനങ്ങളൊക്കെ കട്ടിലിന് മുകളിൽ വെക്കേണ്ടി വരുന്നു. അടുക്കളയിലാണെങ്കിൽ കല്ലെടുക്കി അതിൽ കയറി നിന്നാണ് ചിലർ പാചകം ചെയ്യുന്നത് പോലും. ഞാറക്കലിലെ ലളിതാചന്ദ്രൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് കേൾക്കുമ്പോഴാണ് നമുക്കിതിന്റെ ഒരു ഭീകരത മനസ്സിലാവുന്നത്. എന്താണത്? വീട്ടില് മണലിടാൻ ചെലമാക്കിയ പണം കൂട്ടിവച്ചിരുന്നെങ്കിൽ എറണാകുളത്ത് 3-4 സെന്റ് ഭൂമി വാങ്ങാമായിരുന്നു എന്ന്. അത്രയധികം തവണ അവർക്ക് മണ്ണടിക്കേണ്ടി വന്നു. അതെ. എന്നിട്ടും അവർ ചോദിക്കുന്നു, ഇവിടം വിട്ട് എങ്ങനെ പോകും? ഞങ്ങൾ ജീവിക്കുന്നത് കടലിനെയും കായലിനെയും ആശ്രയിച്ചല്ലേന്ന്. ലളിതയെപ്പോലുള്ളവരുടെ ഈ നിസ്സഹായത കാണുമ്പോഴാണ് ഇതിനെ നേരിടാൻ എന്ത് സംവിധാനങ്ങളാണുള്ളത് എന്ന ചോദ്യം വരുന്നത്. അതെ, കേരളത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുണ്ട്. സംസ്ഥാന ജില്ലാതല പ്ലാനുകളുണ്ട്. 2018 പ്രളയത്തിനു ശേഷം നാം നമുക്കായി എന്ന പേരിൽ ജനകീയ പങ്കാളിത്തത്തോടെ പദ്ധതികൾ ഉണ്ടാക്കാൻ ഒരു ശ്രമം നടന്നിരുന്നു. എന്നാൽ താഴെത്തട്ടിലെ യാഥാർത്ഥ്യം എന്താണ്? പഞ്ചായത്ത് അംഗങ്ങൾ തന്നെ പറയുന്നതായി റിപ്പോർട്ടിൽ കാണുന്നു, പ്രശ്നം രൂക്ഷമായ ഇടങ്ങളിൽ ഗ്രാമസഭ വിളിക്കാൻ പോലും പേടിയാണെന്ന്. കാരണം ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. അതെ, ഫണ്ടില്ലായ്മ, മുകളിൽ നിന്നുള്ള പദ്ധതികൾ അടിച്ചേൽപ്പിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള പരാതികളുമുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്ലാനുകളൊന്നും വേണ്ട രീതിയിൽ പ്രാവർത്തികമാവാത്തത്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗം ശേഖർ കുര്യാക്കോസ് പറയുന്നത് ഇതൊരു വലിയ കാലാവസ്ഥാ പ്രതിസന്ധിയുടെ ഭാഗമാണ് എന്നാണ്. ശരിയാണ്. പെട്ടെന്നുണ്ടാകുന്ന ഒരു നാശനഷ്ടമായി ഇതിനെ കാണാൻ പറ്റില്ല. സാവധാനം സംഭവിക്കുന്ന ഒന്നാണ്. ഓക്കെ. പഞ്ചായത്തുകൾക്ക് ഫണ്ടില്ലെന്ന് പറയുന്നത് പൂർണ്ണമായി ശരിയല്ലെന്നും വാർഷിക പദ്ധതികളിൽ ഇതിനു മുൻഗണന നൽകാറുണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഒരു പ്രധാന ചോദ്യമാണത്. അതെ, ഭൂവിനിയോഗത്തിൽ മാറ്റം വരുത്തേണ്ടി വരും ഒരുപക്ഷെ. ചില ഉയർന്ന ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരെ വന്നേക്കാം എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. അതൊരു വലിയ വിഷയമാണല്ലോ. ഈയൊരു സാഹചര്യത്തിൽ ഒരു പ്രതീക്ഷ നൽകുന്ന മാതൃക എറണാകുളത്ത് തന്നെയുള്ള പുത്തൻവേലിക്കരയിൽ കാണുന്നുണ്ട്. പുത്തൻവേലിക്കര മോഡൽ 2018 വലിയ നാശം നേരിട്ട ഗ്രാമമാണത്. അവിടെ ജനങ്ങൾ തന്നെ മുൻകൈയെടുത്ത് ഒരു കമ്മ്യൂണിറ്റി റിസോഴ്സ് സെന്റർ ഉണ്ടാക്കി. വളരെ നല്ല കാര്യം. അവർ പ്രാദേശികമായി മഴയളക്കാനും കിണറുകളിലെയും പുഴകളിലെയും വെള്ളത്തിന്റെ അളവ് നോക്കാനും വേലിയേറ്റമറിയാൻ ടൈഡൽ ഗേജുകൾ വെക്കാനുമൊക്കെ തുടങ്ങി. അപ്പോൾ അവർക്ക് തന്നെ ഒരു മുന്നറിയിപ്പ് കിട്ടും. അതെ. വിദഗ്ധരുടെ സഹായത്തോടെ അവിടുത്തെ വിദ്യാർത്ഥികളും യുവാക്കളും ചേർന്ന് ശാസ്ത്രീയമായ ഒരു പ്രാദേശിക മുന്നറിയിപ്പ് സംവിധാനം തന്നെ ഉണ്ടാക്കിയെടുത്തു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ദുരന്ത നിവാരണം എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴേക്ക് മാത്രം വരേണ്ട ഒന്നല്ല. ശരിയാണ്. ഓരോ പ്രദേശത്തെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ പുത്തൻവേലിക്കരയിലേതുപോലെ പ്രാദേശികമായ അറിവും പങ്കാളിത്തവും വളരെ പ്രധാനമാണ്. വാർഡ് തലത്തിൽ വിവരങ്ങൾ ശേഖരിച്ച് ഓരോ സ്ഥലത്തിനും വേണ്ട പരിഹാരം കണ്ടെത്തണം. അതെ, കടൽഭിത്തി കെട്ടുന്നത് മാത്രം എല്ലായിടത്തും ഒരു പരിഹാരമാവില്ല. അപ്പോ ആഗോള കാലാവസ്ഥാ വ്യതിയാനം, അതോടൊപ്പം നമ്മൾ തന്നെ വരുത്തിവെച്ച ചില പ്രാദേശിക മാറ്റങ്ങൾ, ഇതെല്ലാം ചേർന്ന് വൈപ്പിൻ പോലുള്ള തീരദേശങ്ങളെ എങ്ങനെയാണൊരു നിരന്തരമായ ഭീഷണിയിലാക്കിയിരിക്കുന്നതെന്ന് വ്യക്തമായി. അതെ, വീട്, ആരോഗ്യം, ഉപജീവനമാർഗം എല്ലാം അവിടെ ഒരു പ്രതിസന്ധി നേരിടുകയാണ്. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാൻ ഒരു ചോദ്യം കൂടി തരാം. ഉയർന്ന ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നേക്കാം എന്ന് നമ്മൾ കേട്ടല്ലോ. ശരിയാണ്. എന്നാൽ ലളിത ചോദിച്ചതുപോലെ കടലിനെയും കായലിനെയും ആശ്രയിച്ചു ജീവിക്കുന്ന ഞങ്ങളെ എങ്ങനെയാണ് പുനരധിവസിപ്പിക്കുക? അതൊരു വലിയ ചോദ്യമാണ്. മാറിക്കൊണ്ടിരിക്കുന്ന ഈ പരിസ്ഥിതി യാഥാർത്ഥ്യങ്ങളെയും ആ നാടുമായി വൈകാരികമായി അത്രയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ജനതയുടെ ആവശ്യങ്ങളെയും ഒരുപോലെ പരിഗണിച്ച് നീതിയുക്തമായ ഒരു പരിഹാരം അതെങ്ങനെ കണ്ടെത്താനാകും? അത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.